തമാശ ആസ്വദിക്കുന്ന ഒരുപാട് സംവിധായകരുണ്ട്, പൊട്ടിച്ചിരിക്കും സിൻസിയറായിട്ട്. അത് അതിലെടുത്ത് പറയേണ്ട ആൾക്കാരാണ്. ഒന്ന് ജോഷി സാറ്, അതുപോലെ പ്രിയൻ സാറ്, സത്യേട്ടൻ. എന്നുവെച്ചാൽ സീനിയർ ഡയറക്ടേഴ്സിനെ എല്ലാവരുടെ അടുത്തും നമുക്ക് എന്ത് തമാശ ഏത് സമയത്തും പറയാവുന്ന അവർക്കൊക്കെ ഈ മെമ്മറി കാർഡ് ആർക്കാ ഏൽപ്പിച്ച് എങ്ങനെ പോലീസ് മെമ്മറി കാർഡ് അതവിടെ ഏൽപ്പിച്ച. എല്ലാവർക്കും നമസ്കാരം. ദിലീപ് യുവനടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്ന ഒരു കേസാണ്. അന്ന് എറണാകുളത്ത് വെച്ചിട്ട് കാറിന്റെ അകത്ത് വെച്ചിട്ട് യുവനടിയെ പീഡിപ്പിച്ച ഒരു കേസ്. അത് പീഡിപ്പിച്ചത് പോരാഞ്ഞിട്ട് അതിനെ വീഡിയോ എടുത്തത് ഒരു മെമ്മറി കാർഡിലാക്കുകയും ഒരു ഫോണും കാര്യങ്ങളും, അങ്ങനത്തെ ഒരു ഇഷ്യൂ എല്ലാവർക്കും അറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ദിലീപ് അകത്താവുകയും എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങുകയും നിലവിൽ കേസ് നടക്കുകയാണ്. അതുപോലെ അതിന്റെ വിധി ഏതാണ്ട് വരാറായി നിൽപ്പുണ്ട്. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് ഈ നമ്മുടെ ബുള്ളറ്റ് സുനിയില്ലേ, ബുള്ളറ്റില്ല അവൻ പൾസർ ആയിരുന്നല്ലേ, പൾസർ സുനി, അവൻ ലോകം കണ്ട ഗുണ്ട എന്നാണ് പറയുന്നത്. അമ്മാതിരി ഒരുത്തൻ വന്നിട്ടൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ഈ ഇവന്റെ അടുത്ത് ഈ റിപ്പോർട്ടർ ചാനൽ പോയിട്ട് ഒളിക്യാമറ വെച്ച് എടുത്ത വീഡിയോ എന്നാണ് പറയുന്നത്. അതിനെ പറ്റിയിട്ടും കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ എന്തായാലും എക്സ്ക്ലൂസീവായിട്ട് ഇവൻ ഒരു സാധനം പൊട്ടിച്ചിട്ടുണ്ട്. ദിലീപ് 1.5 കോടി രൂപ ഇവന് കൊടുത്തെന്ന്, ഏത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ 1.5 കോടി രൂപയിൽ ഇനി 10-80 ലക്ഷത്തോളം ദിലീപ് കൊടുക്കാനുണ്ടെന്ന് ഈ രണ്ട് കാര്യമാണ് പറയുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ മണിയാണോ അല്ലാതെ കയ്യിൽ കൊടുത്തതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അവൻ പറയുന്ന കാര്യങ്ങളെ നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ കോടതിയിൽ പോകുമ്പോൾ എനിക്ക് ദിലീപ് ഇങ്ങനെ പൈസ നിന്ന് പറഞ്ഞാൽ പോരാ, അവിടെ തെളിവുകൾ ചോദിക്കും, തെളിവുകൾ നിരത്തേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവന്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അവന് എന്നെ അറിയാം. എന്തായാലും പൾസർ സുനിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയം നമുക്കൊന്ന് നോക്കാം. എക്സ്ക്ലൂസീവ് വാർത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കേരളം നടുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ്. അതിൽ റിപ്പോർട്ടർ നിരന്തരം പോരാട്ടം നടത്തുകയുണ്ടായി. ആ കേസ് നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് ആ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ ആ കേസിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ കേസ് ഏതാണെന്നല്ലേ? കൊച്ചിയിൽ നടി ആക്രമിച്ച കേസ്. അതിലെ നിർണായകമായ വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കേൾക്കണം. വേറെ ഇപ്പൊ ഞാനൊരു വക്കീല് അല്ലെങ്കിൽ വേറെ ഇപ്പൊ രാമൂല് വേറെ എന്തെങ്കിലും ഒരു വക്കീലാണെങ്കിൽ ഇപ്പൊ ഈ കേസിനകത്ത് എന്തെങ്കിലും വരുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവനൊന്നും ഒരിക്കലും നമ്പാൻ പാടില്ല. അത് വേറൊരു കാര്യം. ഏത് റിപ്പോർട്ടറിനല്ല, ഈ സുനി അണ്ണനെ. അവനൊക്കെ ലോക തല്ലിപ്പൊള്ളികളാണ്. ഇവനെയൊക്കെ നമ്പിയാണ് ദിലീപ് ന്യായ അവസ്ഥ ആയിട്ടുള്ളത്. എന്തായാലും അവൻ 1.5 കോടി കൊടുത്തെന്നാണ് അവൻ പറഞ്ഞു വയ്ക്കുന്നത്. വാ മൈ ഗോഡ്, ഒരു കൊട്ടേഷൻ 1.5 കോടി രൂപ. ഇതിന് മാത്രം ഡിമാൻഡുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നടാ ഇവൻ. എന്തായാലും ഇരിക്കട്ടെ, കൊടുത്തെന്നാണ് പറയുന്നത്. നോക്കാം. തീരുവാണ് സംഭവം. അവര് പറയണ അങ്ങനെ തീർക്കണ്ട, നിങ്ങൾ കേസ് കൊടുക്കും. എന്ത് ദിലീപിന്റെ അടുത്ത് ഞാൻ എന്താ 1.5 കോടി രൂപയുടെ ഒരു ഇത് കണക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് നഷ്ടപ്പെട്ടിട്ട് എന്തോരം എത്ര കോടി ഉണ്ടാവും? ഇവിടെ തന്നെ ഹൈക്കോടതി 1.5 കോടി കണക്കാണ് ദിലീപ് എല്ലാത്തിനും കൊട്ടേഷൻ. 1.5 കോടി രൂപ ആകെ കൊട്ടേഷൻ. അല്ലല്ല, അങ്ങനെയല്ല. അത് 1.5 കോടി. പക്ഷെ ദിലീപിന്റെ എല്ലാ കേസിലും 1.5 കോടി. അതെനിക്കറിയില്ല, അതറിയില്ല. കാരണം മറ്റേ അതായത് 1.5 കോടിയുടെ കേസാണ് അവൻ സംസാരിക്കുന്നത്. ഞാൻ ഈ കേസ് കണ്ടപ്പോൾ തന്നെ വീഡിയോ കണ്ട സ്പോട്ടിൽ ചിന്തിച്ചു, ഇവനെ ഫ്രണ്ട്ലി ആയിട്ട് ഇവന്റെ പിറകെ ഫോളോ ചെയ്ത് ഇവനൊരു കൂട്ടുകാരനെ പോലെ ആയ ശേഷമാണ് ഇവർ സംസാരിച്ചിട്ട് ആ വീഡിയോ ചോർത്തി എടുക്കുന്നത്. പക്ഷെ ഞാൻ എങ്കിലും ആലോചിച്ചൊരു കേസ്, ഇത്രയും വലിയ സെൻസേഷണൽ വിഷയം ഇവൻ വന്നിട്ട് ഇങ്ങനെ ഇന്നലെ കണ്ട ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും 1.5 കോടി ദിലീപ് തന്നെന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്യുമോ എന്നുള്ളൊരു കാര്യം എനിക്ക് നല്ലപോലെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഒരു ഡബിൾ മൈൻഡിൽ ഈ സാധനം നിൽക്കുന്നത്. നമുക്ക് നോക്കാം. അത് ഈ 1.5 എനിക്ക് ഈ 1.5 കിട്ടുമെന്ന് പറഞ്ഞ കണക്കിൽ അന്ന് പുള്ളി മേടിക്കണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ദിവസം 60 ദിവസം ഈ ഒരു പടത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടീമിന്റെ ഇത് മേടിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപ ഒരു പടത്തിന്. ചില ബിസിനസ് ഈ സിനിമാക്കാർ ചെയ്യുന്നത് എൻ്റെ ഒരു പടത്തിന്റെ പൈസ അങ്ങനെ. അതാണ് ഈ കേസിൽ ടോട്ടൽ 1.5 കോടി. അതിനകത്തൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. കിട്ടി അത് കുറച്ച് പൈസ. 1.5 കോടി ഇല്ല തരാം. ഇല്ല, 1 കോടി തന്നു കഴിഞ്ഞാൽ ഒരു 80 ലക്ഷം അത്രയൊക്കെ ഉള്ളൂ. അത്രയേ ഉള്ളൂ തരാനുള്ളൂ. അത് തന്നാ മതിയായിരുന്നു. അതാണ് ചോദിക്കണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കുകയല്ലേ കാശ്. കുറച്ച് എൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ മേടിക്കും. ഞാൻ അത് നോക്കാം. ഇത് ഇങ്ങനെ ഒരു എടുത്തേടി ചെയ്യേണ്ട കാര്യമല്ലല്ലോ. 1.5 കോടിയുടെ കൊട്ടേഷനിൽ 10-80 ലക്ഷം ബാലൻസ് ഉണ്ട്. 80 എൻ്റെ അടുത്തേ ഉള്ളൂ. പിന്നെ കൂടുതലും അല്ല. അന്ന് അവര് അതിന് സെറ്റിൽമെന്റ് തയ്യാറായില്ല. അതിന് കയ്യിൽ നിന്ന് പോയി അതിൽ 7.5 കൊണ്ട് ഉള്ളിൽ കിടക്കണം. അനുഭവിച്ച ഞാൻ തന്നെ
ഇവനെ എന്തായാലും കുടിച്ചവളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവൻ 1.5 കോടിയുടെ കൊട്ടേഷനാണ് ഇവൻ ഏറ്റതെന്നാണ് പറയുന്നത്. ദിലീപ് 1.5 കോടി രൂപ ഇവന് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൽ ഇനി 80 ലക്ഷത്തോളമേ കിട്ടാനുള്ളൂ. വെറും ഒരു ചെറിയ തുക 80 ലക്ഷം മാത്രമേ കിട്ടാനുള്ളൂ. ബാക്കിയെല്ലാം അവന് കിട്ടിയിരിക്കുകയാണ്. ഇത്രയും പൈസ കിട്ടിയിട്ട് ഇത്രയും ലക്ഷം കിട്ടിയിട്ടും ഇവൻ ഗതി പിടിക്കാത്തവനെ പോലെയല്ലേ ഇരിക്കുന്നത് അല്ലേ? അവിടെ എവിടെയൊക്കെ തട്ടിത്തിരിഞ്ഞ് നടക്കുന്നു. ഇത്രയും ലക്ഷങ്ങൾ കയ്യിൽ കിട്ടിയിട്ട് ദൂർത്തടിച്ച് കാണും, മേ ബി, അറിയത്തില്ല. എന്തായാലും ഡിജിറ്റൽ മണി ആവില്ല അവന് കിട്ടിയത്, എങ്കിൽ അവൻ്റെ തെളിവ് കാണുമായിരുന്നു. പിന്നെ ഇത്തരം കേസുകളിൽ ഡിജിറ്റൽ മണി കൊണ്ട് കൊടുക്കാൻ അത്രമാത്രം വിഡ്ഢികളല്ല ഈ കൊടുക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് അല്ലാതെ ലിക്വിഡ് മണി കൊടുത്തു കാണും, ഇവ വാങ്ങി കാണും, അടിച്ച് വലസി കാണും, തൊലച്ച് കാണും, തീർത്ത് കാണും. ഇങ്ങനെ ഇപ്പം മൂഞ്ചി കുത്തിയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. മൂന്നാമതൊരാളാണ് ഒളിക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്നത്. ഞാൻ ചിന്തിച്ച കാര്യം, മൂന്നാമതും ഒരാൾ നിൽക്കുന്നു. ഇവർ രണ്ടുപേരും ഫ്രണ്ടാണ്. മൂന്നാമതൊരാൾ നിൽക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു വിഷയം ഇവൻ ഇങ്ങനെ തുറന്ന് പറയുമോ? എനിക്ക് അവിടെയാണ് ഒരു ഡൗട്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു സംഭവമാണ്, ഇത്രയും പൊട്ടിക്കുന്ന സാധനം. ദിലീപ് എനിക്ക് 1.5 കോടി രൂപ കൊട്ടേഷനാണ് തന്നതെന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് സാധനം പൊട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ മൂന്നാമതൊരാളെ അടുത്ത് നിർത്തിക്കൊണ്ടുപോയി സംസാരിക്കും. എനിക്ക് അതിലെന്തോ ഒരു പന്തികേടുണ്ട്. എവിടെയോ എന്തോ എന്തിൻ്റെയോ പേരിൽ ഒരു അജണ്ട പോലെ ഫീൽ ചെയ്ത്. ദിലീപ് നല്ലവനെന്നോ ദിലീപ് മോശക്കാരനെന്നോ ഞാൻ പറയത്തില്ല. പക്ഷേ മേ ബി നമുക്ക് നോക്കാം. ഈ മെമ്മറി കാർഡ് ആർക്കാ ഏൽപ്പിച്ച്, എങ്ങനെ പോലീസ് മെമ്മറി കാർഡ് അതവിടെ ഏൽപ്പിച്ച വക്കീൽ വഴി കൊടുത്തു. വക്കീൽ പോലീസ് അത് ഇതല്ല, ഒരു കോപ്പിയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ കോപ്പി എടുത്ത് വെച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ പുറത്തായോ? പേടിയുണ്ടോ? അല്ല, ചോദ്യോടെ വെച്ചേരെ, ചോദ്യോടെ എഴുതി വെച്ചേരെ. അപ്പോൾ ഷൂട്ട് ചെയ്ത മൊബൈൽ ആർക്കാണ് കൊടുത്തത്? അത് അവിടെ അത് പറയാൻ പറ്റാത്ത രഹസ്യമാണ്, അത് വെട്ടിയാരാണ്. ഈ വക്കീലുള്ളപ്പോൾ നമ്മൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് സറണ്ടർ ചെയ്യാൻ നോക്കിയത്. അപ്പം തന്നെ ഈ വക്കീൽ ചോദ്യമൊക്കെ എഴുതി വെച്ചിട്ടാണ് എല്ലാം വന്ന് അങ്ങ് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നുന്നില്ല ഈ ഒരു സംഭവം കണ്ടിട്ട്. ഇവൻ കള്ളനാണെന്ന് അവൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖലക്ഷണം കണ്ട് പറയാൻ ഞാൻ മറ്റേ പൂജാരിയൊന്നുമല്ല, എങ്കിലും ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അവനെ എനിക്കത്ര വശപ്പശകാണ് തോന്നുന്നത്. ഇവനെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. എൻ്റെ റീസൺ വേറൊന്നുമല്ല, ഓടായിപ്പ. അത് കണ്ടാ അറിയാം, കൺഫേമാ. എന്ന് വെച്ചിട്ട് ആ നടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും നടി കൊടുത്ത കള്ളക്കേസൊന്നും ഞാൻ പറയത്തില്ല. നടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നിൽ ഈ പറയുന്ന ദിലീപ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തെളിയണം. കോടതിപരമായി നോക്കുമ്പോൾ അവിടെ തെളിവുകൾ തന്നെയാണ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. അവിടെ തെളിവില്ലാതെ കൈയും വീശി പോയി കയറി കഴിഞ്ഞാൽ അവന്മാർ കിണ്ടിയെടുത്ത് വെളിയേറിയും. ഇതെല്ലാം ബാക്കി നോക്കാം. ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കോടതി കൊടുത്തു. അങ്ങനെ അപ്പോൾ ആ വക്കീലായിട്ടുള്ളൊരു ഇത് നഷ്ടപ്പെടുവാണ്. ഇത് നമ്മളൊന്നും സേഫ് ആക്കാൻ വെച്ച സാധനങ്ങൾ പുള്ളി കോടതി കൊടുത്തു. അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടാകുന്നു. പാസ്പോർട്ട് അപ്പം തന്നെ സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്തല്ല, അവിടെ മാറ്റി വെച്ചേക്കാൻ പറഞ്ഞ ലിജീഷിന്റെ പാസ്പോർട്ടാണോ പുള്ളി കോടതി? ഇല്ലല്ലോ. ഇല്ല, എനിക്ക് പാസ്പോർട്ട് ലിജീഷിന്റെ സറണ്ടർ ചെയ്തു. മെമ്മറി കാർഡ് കിട്ടിയില്ലെങ്കിൽ അതാണല്ലോ എവിഡൻസ്. ഇങ്ങനെ ഇത്ര ദിവസം കിടക്കില്ലല്ലോ. കിട്ടിയില്ലെങ്കിൽ ഇത്രയും കിടക്കേണ്ടി വരില്ല. എവിഡൻസ് അതല്ലേ ഒന്നാമത്തെ നിങ്ങൾ വക്കീൽ ചെയ്തു. ഈ വക്കീലിന്റെ അടുത്ത് കൊടുത്തല്ല, വക്കീൽ പോലും കണ്ടിട്ടില്ല. വക്കീൽ അറിയാതെ മാറ്റി വെച്ചതാ. പിന്നെ കോപ്പി നഷ്ടപ്പെടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ഈ പുള്ളി അത് കോടതി കൊടുക്കുമെന്ന് നമുക്കറിയാമോ? മൊഴി കൊടുത്തു, എല്ലാം പറയേണ്ട എല്ലാം കഴിഞ്ഞു, എല്ലാം ഇത് ചെയ്തു. ഈ തെളിവ് വന്നില്ല. അത് ഇത്ര നാളായിട്ട് അത് പോലീസിന്റെ കുഴപ്പമല്ലേ? അത് ഫോണാ പറയുന്നത്. ഈ കേസിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ 2 തെളിവാണ് ആ മൊബൈൽ ഫോണും മെമ്മറി കാർഡും. അത് കിട്ടിക്കഴിഞ്ഞവന്മാർ അടപടലും തയ്യും. പിന്നെ ഇവൻ പറയുന്നതായതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പ കാണുന്നവന് ചിലപ്പോൾ അപ്പാന്ന് വിളിച്ച് എന്നേക്ക പറയാൻ പറ്റത്തില്ല. അവനെയൊന്നും നമ്പാനേ പറ്റത്തില്ല. നമ്പാൻ പറ്റുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ലല്ലോ. പിന്നെ ഈ കേസിൽ ഈ നടി ഇവൻ ഈ പരിപാടി ചെയ്യുന്ന സമയത്ത്, വീഡിയോ അടക്കം എടുക്കുന്ന സമയത്ത് അവര് യാചിച്ചിരുന്നു ഇവന്റെ കൂടെ. അപ്പൊ ആ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒരു സ്ത്രീ ഈ നാരയെടുത്ത് യാചിക്കുകയാണ്. അതും ഒരു നടിയായിക്കോട്ടെ ആരായിക്കോട്ടെ, ഒരു സ്ത്രീ അവൻ്റെ അടുത്ത് യാചിക്കുകയാണ്, ഞാൻ പൈസ തരാം എന്നെ വെറുതെ വിടന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് പോലും വെറുതെ വിടാത്ത ഒരു പരമനാറി. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളെ ഇതുപോലെ ചെയ്യുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാവും. നിന്നെയൊക്കെ ആദ്യം തൂക്കി തീർക്കണം. കാരണം ഞാൻ പറഞ്ഞുതരാം, യാവനെങ്കിലും കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പൈസയും വാങ്ങിക്കൊണ്ട് സ്വന്തമായിട്ട് ഞണ്ണിക്കൊണ്ട് ചെറ്റത്തനവും ചെയ്യുന്ന നിന്നെയൊക്കെ പോലെയുള്ളവന്മാരെ ആദ്യം തീർക്കണം. അതാണ് ചെയ്യേണ്ടത്. നിന്നെയൊക്കെ പുറത്ത് വിട്ടതേ വലിയ തെറ്റെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിപ്പണം കെട്ടവന്മാർ, അമ്മാതിരി അപരാധമാണ് നീയൊക്കെ കാണിക്കുന്നത്, കഴിവേറികൾ. എന്തിനു വേണ്ടിയാണ് ഈ കൊട്ടേഷൻ നൽകിയത്? പൾസർ സുനി, റിപ്പോർട്ടർ ടിവിയുടെ ഒളിക്യാമറയിൽ.
സൂക്ഷിക്കുന്ന ഇപ്പൊ ഈ കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചില്ല. അതെ അതെ. കുറ്റബോധം മീൻസ് കുറ്റബോധം ഉണ്ടാവണമെങ്കിൽ എന്നോട് പറഞ്ഞതിൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളല്ല ചെയ്യാതെ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഒന്ന് ബാക്കി റോഷിയേട്ടൻ മനസ്സിലാക്കുക. അതാ എന്തെങ്കിലും അവളെ കാണുമ്പോൾ ചോദിക്കുക. പലതവണ ഷൂട്ട് ചെയ്തു, പലതവണ ഷൂട്ട് ചെയ്തു, സ്വമേധയാ ചെയ്യുന്നതായി വിഷ്വലിൽ കാണണം. ആദ്യം ഇതുപോലൊരു സംസാരം നടന്നിട്ടുണ്ടാവില്ല. ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ സംഭവത്തിന്റെ A to Z ഒക്കെ അറിയാം. പിന്നെ ഈ പറഞ്ഞ ആളെ ഞാനും പറയണേ പറഞ്ഞിരുന്നു. സത്യത്തിൽ അന്ന് ആ കാശ് മേടിച്ചിരുന്നെങ്കിൽ ജയിലിലും പോവില്ല. സമൂഹങ്ങൾക്ക് ലൈവായിട്ട് വേറെ ആൾക്കാരെ വേണ്ടല്ലോ. എന്റെ പുറകെ ആളുണ്ടല്ലേ, എന്റെ പുറകെ ആളുണ്ട്. ഇവൻ ചെയ്യണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇന്ന സമയമില്ല, ഇതൊക്കെ വേറെ വഴിയിൽ വേറെ ആൾക്കാർ നോക്കിയതന്നെ. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കൂറ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കറിയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിന് ശേഷം ആ നടിയുടെ കരിയർ തന്നെ പോയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ നേരെ സിനിമകൾ കിട്ടാറില്ല, സിനിമയൊന്നും ഇല്ല. അത് തന്നെ പറയാം. ഒരു ഡയറക്ടർമാരും ഒരു പ്രൊഡ്യൂസർമാരും പിന്നെ ഈ നടിയെ സിനിമയിലൊന്നും കയറ്റാറില്ല. വല്ലപ്പോഴും അങ്ങും തൊഴാണ്ട് ഓരോ പടങ്ങൾ കിട്ടിയാൽ ആ ഒരു ലെവലിലാണ് അവർ പോയിട്ടുള്ളത്. അവരെ കരിയറേ തുലഞ്ഞിട്ടുണ്ട്. സിനിമയിൽ എടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം. വലിയ വലിയ പിടിപാടുള്ള നടന്മാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെയൊക്കെ ഓരോ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ കേൾക്കത്തുള്ളൂ. അല്ലാണ്ട് അവരെ നീതി ഈ നടിയെ എടുക്കാൻ ആരും തയ്യാറാവില്ല. അത് തന്നെയാണ് ആ നടിയുടെ കരിയർ ഇല്ലാണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവനെ പോലുള്ള ഈ പൾസർ സുനിയെ പോലുള്ള നാറികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായി ശിക്ഷ കൊടുക്കണം. ഇവനെ പോലുള്ള കഴിപ്പണങ്ങട്ടവന്മാര് പൈസ കിട്ടിയാൽ എന്ത് തന്തയില്ലാത്ത പരിപാടിയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാ. അത് ഇവന്റെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. എവിടെ ആര് പൈസ കൊടുത്താലും അവിടെ പോയി അവൻ മറ്റേ പരിപാടി ചെയ്യും. അങ്ങനെ ചെയ്തു ഉണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ ആദ്യം തീർക്കണം. ഇങ്ങനെ ചെയ്യാൻ കിടക്കുന്നുണ്ടല്ലേ ഓരോരുത്തന്മാർ ഇങ്ങനെ ഓരോ കൊട്ടേഷൻ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കഴിപ്പണം കെട്ടന്മാരെ ആദ്യം തീർക്കണം, നാറികൾ. എന്നിട്ടിപ്പോൾ വന്ന് ഇന്ന് കൊണയടിക്കുന്നു. അവർ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ വിട്ടില്ല. എനിക്ക് കേട്ടപ്പോൾ തന്നെ കലി വന്നു കേട്ടാ ഈ മോനെ. ഇനി എങ്ങനെയാണ് ഈ നാറിയുമായിട്ട് ഈ ഒരു സംഭവം നടന്നത്, ഇവനെ എങ്ങനെയാണ് ഇവനെ കൊണ്ട് ഈ ഒളിക്യാമറ വെച്ച് എടുത്തത്, എങ്ങനെയാണ് ഇവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതെന്ന് റിപ്പോർട്ടർ ടി വി തന്നെ സംസാരിക്കുന്നുണ്ട്. കേട്ടുനോക്കുക. സമയത്തും ഇത് പൾസർ സുനി വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ഏത് രീതിയിലാണ് പൾസർ സുനിയെ നമുക്ക് കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ സാധിച്ചത്? ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് പൾസർ സുനിയുമായിട്ട് റോഷി സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഈ പൾസർ സുനി റോഷിയോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്? ആ സാഹചര്യം എങ്ങനെയാണ് റോഷി ഉണ്ടാക്കിയത്? ഡോക്ടർ അരുൺകുമാർ, ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പലതവണ പൾസർ സുനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ എനിക്ക് മറ്റൊരാൾ വഴി പൾസർ സുനിയിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ഞാൻ എഴുതുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിലെ ചില വിവരങ്ങൾ അത് പങ്കുവെക്കാനും അത് യഥാർത്ഥമാണോ, ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആ എഴുതുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ യഥാർത്ഥമാണോ, പൾസർ സുനിയെ എനിക്ക് കാണേണ്ടതുണ്ട്, ഞാൻ ക്യാമറയില്ലാതെയാണ് വരുന്നത്, അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂരിൽ പൾസർ സുനിയുടെ ഒരു ഗൂഢസങ്കേതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വലിയ രീതിയിൽ അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്ത് പൾസർ സുനിയുടെ വലിയൊരു സംഘത്തിൻ്റെ കാവലാദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും മനസ്സ് തുറക്കാൻ, വാ തുറക്കാൻ പൾസർ സുനി തയ്യാറായിരുന്നില്ല. ഏറെ നേരം സംസാരിച്ച് മടങ്ങുമ്പോഴാണ് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുറിപ്പുകൾ കാണിക്കുന്നത്. അത് വായിച്ചപ്പോൾ പൾസർ സുനിക്ക് അല്പം കാര്യങ്ങൾ ബോധ്യമായി. എൻ്റെ ഉദ്ദേശം ആ പുസ്തകത്തിലേക്ക് ചില വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണെന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അടുത്ത തവണ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് പിരിയുന്നത്. പിന്നീട് നിരന്തരം ബന്ധപ്പെടുന്നു പൾസർ സുനിയെ. ആ ബന്ധപ്പെട്ട് അങ്ങനെ പൾസർ സുനിയുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് പൾസർ സുനി പിന്നീട് വീണ്ടും കാണുന്നത്. ആ കൂടിക്കാഴ്ച ഒരു കുറച്ചുകൂടി സുരക്ഷിതമായ, നമ്മൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരിടത്തായിരുന്നു. ആ ഇടത്ത് വെച്ച് പൾസർ സുനി മനസ്സ് തുറക്കുകയായിരുന്നു. പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞില്ല. പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇതൊന്നും പകർത്തുന്നില്ലല്ലോ. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പൾസർ സുനി പറയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അതെ മൊബൈൽ ഫോണിലല്ല, ക്യാമറയിലാണെന്ന് തോന്നുന്നു പകർത്തിയത്. എന്തായാലും പകർത്തി അണ്ണാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ പൊന്ന് റിപ്പോർട്ടർ അണ്ണ, നിങ്ങൾ ചിലപ്പം പണി വാങ്ങിച്ചു കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ്.
ഈ 1.5 കോടിയൊക്കെ വാങ്ങിയിട്ട് ഒരു നടിയെ, അതും യുവനടിയെ, അത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരു നടിയെ ആക്രമിക്കാൻ ഇവനൊക്കെ ചങ്കൂറ്റം കാണിച്ചെങ്കിൽ എന്റെ പൊന്നെണ്ണ റിപ്പോർട്ടറിൽ ഇപ്പൊ ഈ ഇവന്റെ പിറകെ പോയി ന്യൂസും കണ്ടുപിടിച്ചുകൊണ്ട് വന്നില്ലേ, ആ അണ്ണനെ അവനൊക്കെ ആക്രമിക്കാൻ വളരെയധികം തയ്യാറാവാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് അവന്റെ ഏതോ കൊള്ളസങ്കേതത്തൊക്കെ പോയി കയറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ പുറത്തിറങ്ങി നടാം. അവനൊക്കെ വെറും കഴുപ്പണം കെട്ടാന്മാരാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യും, ചിലപ്പോൾ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എന്തായാലും 1.5 കോടിയുടെ കേസ് സത്യാവസ്ഥ എന്താണെന്ന് തെളിയട്ടെ. അതുപോലെ കോടതിയിൽ പോകുമ്പോൾ ദിലീപ് ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് അവിടെ തെളിവാണ് ആവശ്യം. അല്ലാണ്ട് അവിടെ പോയി വായ്ത്താൾ അടിച്ചിട്ട് എനിക്ക് ദിലീപ് ഇങ്ങനെ 1.5 കോടി തന്നെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ളത് സത്യം തെളിഞ്ഞാൽ മാത്രമേ അവിടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ദിലീപിന്റെ പ്രതികരണം ഉടനെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടായാൽ വളരെ നല്ല കാര്യം. ദിലീപിന്റെ പ്രതികരണത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. മിക്കവാറും പ്രതികരണമൊന്നും കാണത്തില്ല, കോടതിയിൽ നടക്കുന്ന കേസല്ലേ. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.